കൊണ്ടുവന്നത്. ഇപ്പോൾ PTA പ്രസിഡന്റ് അജീഷ് നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം അജീഷ്, ഗുഡ് മോർണിംഗ്. ഇത് ചെയ്തത് വളരെ മോശമായി പോയില്ലേ അജീഷ്? നമ്മൾ എന്താണ് അതിനകത്തൊരു മറുപടി ഉള്ളത്? ഇപ്പം ആ കുട്ടി ഇനി വീണ്ടും ആ സ്കൂളിലേക്ക് അയക്കില്ല എന്നാണ് ഉമ്മ പറയുന്നത്. സാർ, അത് ഞങ്ങൾ ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇതിന്റെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംഭവിച്ചത് ഒരു തെറ്റായ കാര്യമാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ് സംഭവിച്ചത്. അത് ഈ 5 വയസ്സല്ലേ ഉള്ളൂ അല്ലേ അജീഷെ? കുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കരയുന്ന പോലെ. എന്താണ് അമ്മ പറയുന്നത്? മാത്രമല്ല മറ്റു കുട്ടികൾ കൂടി കളിയാക്കില്ലേ? മറ്റു കുട്ടികൾ ഇരിക്കുമ്പോഴാണല്ലോ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയെ ബസ്സിൽ കയറ്റാതെ പോകുന്നത്. 1000 രൂപയുടെ കാര്യമുള്ളൂ അല്ലേ? അത് അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പൊ നമ്മളെ ഭാഗം തെറ്റുണ്ട്. പക്ഷെ ഞങ്ങളിത് അറിഞ്ഞപ്പോൾ ഞങ്ങള് സ്റ്റാഫ്, PTA, SSC എല്ലാവരും കൂടി ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഒരു യോഗം സ്കൂളിൽ അടിയന്തരമായിട്ട് വിളിച്ചിട്ട് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗം വിളിക്കാൻ തീരുമാനിച്ചു അല്ലേ? യോഗം ഞങ്ങളെ വിളിച്ച് സോറി പറയുന്നുണ്ടോ പ്രധാനാധ്യാപിക? പ്രധാനാധ്യാപക ഞങ്ങള് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 കൂട്ടരും കൂടി ഇരുന്ന് ഒരു നല്ല രീതിയിൽ ഓക്കെ, അത് മാതൃകാപരമായ ഒരു കാര്യമാണ് അജീഷ്. എന്തായാലും അഷ്കർ, എന്തായാലും ഈ കുട്ടിയുടെ അമ്മയോട് പറയൂ, അവര് PTA കൂടി. അതിനകത്ത് നമ്മള് പൊതുവിദ്യാലയമാണ്, അപ്പൊ അത് നിലനിന്ന് പോകേണ്ടത് അവിടെയുള്ള സ്റ്റാഫിനായാലും നമ്മളെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഈ കുട്ടി അവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് തന്നെയല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് പോകരുത്. ഞങ്ങളുടെ കൂടെ ആ കുട്ടി ഉണ്ടാവണം, ആ രക്ഷിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. കുട്ടീന്റെ ഭാഗത്ത് തന്നെയാണ്, കുട്ടീന്റെ ഒപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് ഒന്ന് ഈ കുട്ടിയുടെ അമ്മയെ ഒന്ന് ഫോണിൽ വിളിച്ച് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അധ്യാപിക ആയതുകൊണ്ടോ ഒന്നും ഒരു സോറി പറയുന്നത് കൂടുതൽ നമ്മളെ ഉയർത്തുകയുള്ളൂ. ഒന്ന് ടീച്ചറോട് പറഞ്ഞാൽ ഒരു പക്ഷേ ആ അമ്മയുടെ വിഷമം അങ്ങ് തീരുമാനിക്കും. ഓക്കെ. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ ടീച്ചർ ഒരു 2 പേരും കൂടി ഇരുന്നിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പറഞ്ഞ് ഒരു ഇരുന്നിട്ട് രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടി രീതിയിലാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചത്. ഓക്കെ, താങ്ക് യു അജീഷ്. താങ്ക് യു. അജീഷിന്റെ മകൻ ഏതിലെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവിടെ സ്കൂളിൽ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3ാം ക്ലാസ്സിലാണ്. ഓക്കെ, വിളിക്കണം. അവന്റെ പേരെന്താ? അക്ഷയ്. ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു അജീഷ്. അജീഷാണ് നമുക്കൊപ്പം ചേർന്നത്.